ക്യാമറേൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാണ്ടിരിക്കുന്നത്? എൻ്റെയും പ്രശ്നം അത് തന്നെയായിരുന്നു. അത് ഞാൻ എങ്ങനെ മാറ്റിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അത്യാവശ്യം സംസാരിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ആളാണ്. സംസാരിക്കുമ്പോൾ നാക്ക് വഴിയും. ഇതേവരെ സ്റ്റേജിൽ കയറി കാര്യമായിട്ട് മൈക്കെടുത്തൊന്നും സംസാരിച്ചിട്ടില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രസൻറ്റ് ചെയ്യുക. ഈ ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളെ കൊണ്ട് ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഷൂട്ട് ചെയ്യുക. നിങ്ങളുടെ ഡെയിലി ലൈഫോ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പാഷനോ വർക്കോ ഷൂട്ട് ചെയ്തിട്ട് സംസാരിക്കുകയൊന്നും വേണ്ട, വോയിസ് ഓവർ ഒന്നും ഇടണ്ട. ഏതെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തപ്പിയെടുത്തിട്ട് മ്യൂസിക് വെച്ച് ക്ലിപ്സ് സിങ്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇടുക, പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ യൂഷ്വലി പോസ്റ്റ് ചെയ്യുന്ന സാധനത്തിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഒരു സാധനം തുടങ്ങുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ജഡ്ജ്മെൻറ്റോ ക്വസ്റ്റ്യൻസോ വരും. അത് കാര്യമാക്കണ്ട. ഒരു 5-10 റീൽസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി തുടങ്ങും. അപ്പോൾ പതിയെ വോയിസ് ഓവേഴ്സ് ആഡ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ഒരു 5-10 വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനോടും കുറച്ച് കംഫർട്ടബിൾ ആവും. പതിയെ സെൽഫി ക്യാമറ എടുക്കുക, റെക്കോർഡ് ചെയ്ത് തുടങ്ങുക, സംസാരിക്കുക. പോസ്റ്റ് ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്തേ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുള്ളൂ. നിങ്ങൾ സംസാരിക്കുന്നത് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് കൊണ്ട് തന്നെയാണ്. അത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സംസാരിച്ച സാധനം പോസ്റ്റ് ചെയ്യുക തന്നെ വേണം. 3-5 വീഡിയോസൊന്നും എന്തായാലും നിങ്ങൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ പോസ്റ്റ് ചെയ്യണം. പതിയെ ഗ്രാജുവലി അത് ഓക്കെ ആയിക്കോളും. 85 വീഡിയോസ് എടുത്തിട്ട് എനിക്കിപ്പോഴും ഓക്കെ ആയിട്ടൊന്നുമില്ല. എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ള് കട്ട്സ് ഉണ്ട്. ഞാൻ നാക്ക് കുഴയുന്നതും വിൽക്കുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കാനേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ നിൽക്കും. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് റിഗ്രറ്റ് ചെയ്യാം, ഒന്നും ചെയ്തില്ലല്ലോ, ഇങ്ങനെ ഇരുന്നല്ലോ. 2020 കൊറോണേൻ്റെ സമയത്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ, നേരത്തെ തുടങ്ങാൻ എന്താണ് എന്ന് വിചാരിച്ച് ഞാൻ റിഗ്രറ്റ് ചെയ്യണ പോലെ തുടങ്ങിയേ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യും.